ഈ വർഷം 2026 നടക്കാൻ പോകുന്ന CUET എക്സാമിന് ഉറപ്പായും ഞാൻ അത് നല്ല റാങ്ക് മേടിച്ച് നല്ല കോളേജിൽ കിട്ടും എന്നൊരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളെ സഹായിക്കാൻ അടുത്ത 100 ദിവസത്തെ ഒരു റോഡ് മാപ്പ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണുണ്ടോ? CUET 2026 100 ഡേയ്സ് റോഡ് മാപ്പ് ആണ്. ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില ബിഗ് റൂൾസ് ഉണ്ട്. ഒന്നുമില്ല, നിങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഉപയോഗിക്കാതിരിക്കുക. അതായത് എപ്പോഴും ഒരുപാട് മെറ്റീരിയൽ പുതിയ കളക്ട് ചെയ്ത് പുതിയ ബുക്ക് വാങ്ങിക്കൂട്ടി അതൊന്നും പഠിക്കാതിരിക്കുന്നതിന് ഭേദം ബുക്ക് ഒരുപാട് വാങ്ങിക്കൂട്ടാതെ ഒരു സിംഗിൾ സോഴ്സ് തൽക്കാലം ഇപ്പൊ എവിടെ നോക്കിയാൽ മതി, NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ പിന്നീട് ആലോചിക്കാം. അപ്പൊ ഒരുപാട് ബുക്കുകൾ വേണ്ട, ഓവർ പ്ലാനിങ് വേണ്ട. നിങ്ങൾ ആകെ വേണ്ടത് എന്താ സാർ? സിലബസ് എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ PYQs ഒന്ന് നമ്മൾ പഠിച്ചിരിക്കണം. മോക്ക് ടെസ്റ്റുകൾ എഴുതിയിരിക്കണം, റിവിഷൻ ചെയ്യണം. ഇത്രയും തൽക്കാലം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. ഇത് മൊത്തത്തിൽ റൂളാണ് പറയുന്നത്. റോഡ് മാപ്പ് ഇപ്പൊ പറയുന്നുണ്ടോ? വെയിറ്റ്. ഡെയിലി ടെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചതൊക്കെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തന്നെ സക്സസ് നമ്മളെ തേടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ 100 ദിവസത്തെ 2 ഫേസ് ആയി തിരിക്കാം, 2 ഘട്ടങ്ങളായി തിരിക്കാം. അതിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ +2 പബ്ലിക് എക്സാം കഴിയുന്ന ദിവസം വരെയുള്ളതാണ്. അതെന്നാ സാറേ? മാർച്ച് 28. അപ്പൊ ആദ്യത്തെ നിങ്ങൾ എന്നാണോ ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ വീഡിയോ പല ദിവസമായിരിക്കും കാണുന്നത്, എന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം നമുക്ക് ഇപ്പൊ വെച്ച് നോക്കുകയാണെങ്കിൽ 60 എത്രയോ ദിവസം ഉണ്ട്. നമുക്കൊരു 60 ദിവസം കൂട്ടാം, 60 ഡേയ്സ്. അപ്പൊ ഈ 100 ദിവസത്തെ നമ്മൾ 2 ഫേസ് ആയി ഭാഗിക്കുന്നു. 60 + 40. 60 ഡേയ്സ് എവിടെയാ? എക്സാം കഴിയുന്നത് വരെ. അടുത്ത 40 ഡേയ്സോ പബ്ലിക് എക്സാം കഴിഞ്ഞ് CUET എക്സാം വരെയുള്ള തീയതിയാണ് അടുത്ത 40 ഡേയ്സ്. അപ്പൊ ആദ്യത്തെ 60 ഡേയ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 60 ഡേയ്സിൽ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന എന്ന് പറയുന്നത് ഓൺലി യുവർ +2 CUET +2 സിലബസ്. ഈ +2 സിലബസ് വൃത്തിക്ക് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ CUETയുടെ അടിത്തറ സെറ്റാക്കി കഴിഞ്ഞു. +2 സിലബസ് വൃത്തിക്ക് പഠിക്കുക. ഈ ഫേസ് എന്ത് ഡിസൈഡ് ചെയ്യുന്നു? നിങ്ങളുടെ ബോർഡ് മാർക്കും CUETയുടെ ഡൊമൈൻ സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്തും ഈ ഒരു ഫേസിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഫേസ് വളരെ സീരിയസ് ആണ്. ഈ ഫേസിൽ ഉഴപ്പിയാൽ അടുത്ത ഫേസ് നമുക്ക് ഉപകാരം ഇല്ലാതായി മാറും. അതുകൊണ്ട് ഫസ്റ്റ് ഫേസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡെയിലി ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ പഠിക്കാൻ റെഡി ആയിരിക്കണം. ഫേസ് 1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം ഇവിടെ +2 ഉണ്ട്. അപ്പൊ നിങ്ങൾ 6 മുതൽ 7 മണിക്കൂർ വരെ, അതിൽ തന്നെ +2 സബ്ജക്റ്റുകൾക്കാണ് 5 മണിക്കൂർ വരെ ഒരു ദിവസം നിങ്ങൾ കൊടുക്കേണ്ടത്. അതിൽ എന്ത് ചെയ്യാം? NCERT ലൈൻ ബൈ ലൈൻ തന്നെ, ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ തന്നെ പഠിച്ചോളുക. ശേഷം ബോർഡ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ വൃത്തിക്ക് പഠിക്കുക. നന്നായിട്ട് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഡൊമൈൻ പ്രിപ്പറേഷൻ ആയിട്ട് അങ്ങ് മാറും. കാരണം സെയിം സിലബസ് ആണ്. നമ്മൾ ഈ രീതിയിൽ NCERT ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ +2 വേണ്ടി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി +2 നല്ല മാർക്ക് കിട്ടും. അതേസമയം CUETയുടെ ഡൊമൈൻ അങ്ങ് തീർന്നു കിട്ടും. ഏതാലേ ഐഡിയ? യെസ്. ഇനി നിങ്ങൾ CUET ഇംഗ്ലീഷോ അല്ലെങ്കിൽ CUET ജനറൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എഴുതുന്നുണ്ട്, കാരണം നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 60 അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെച്ചെങ്കിലും 2നും മാറ്റി വെക്കുക. ഓക്കെ, ആ സബ്ജക്റ്റുകളൊക്കെ എഴുതുന്നവർ എന്ത് ചെയ്യണം? 3/4 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി മാറ്റി വെക്കണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മറന്നു പോകും. അപ്പൊ എല്ലാ ദിവസവും രാത്രി ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നൈറ്റിൽ ഒരു റിവിഷന് വേണ്ടിയും കൂടി മാറ്റി വെക്കണം ഒരു ദിവസം. ആ റിവിഷന്റെ സമയത്ത് നിങ്ങൾ ഇന്ന് പഠിച്ചത് മുഴുവൻ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഫോർമുലാസ്, കീ പോയിന്റ്സ്, ഇതൊക്കെ മറക്കരുത്. ഇതൊക്കെ വായിച്ച് നോക്കാൻ മറക്കരുത്. ഈ 28 മാർച്ച് വരെ നിങ്ങൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUETയുടെ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ +2 അല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ മുഴുവൻ CUETയിലേക്ക് അധികം അതിന്റെ ഫുൾ ടൈപ്പ് മോക്ക് ടെസ്റ്റുകൾ എഴുതണ്ട. ചാപ്റ്റർ വൈസ് വേണമെങ്കിൽ എഴുതിക്കോ, കാരണം +2 ഉപകാരപ്പെടും. ഫുൾ മോക്ക് ടെസ്റ്റുകൾ ഒഴിവാക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ട്രിക്സ് ഒന്നും ഇപ്പൊ എന്ത് ചെയ്യണ്ട? പഠിച്ച് തല കൊണ്ടാക്കണ്ട. അത് നമുക്ക് സെക്കൻഡ് ഫേസ് 2 നമുക്കത് ഡിസ്കസ് ചെയ്യാം. മൾട്ടിപ്പിൾ റിസോഴ്സസ് ഇപ്പൊ ഉപയോഗിക്കരുത്. സ്ട്രെസ്, റാങ്ക് എത്ര കിട്ടും, അയ്യോ സാറേ CUET ഞാൻ പാസ്സാകൂ, അതൊന്നും ഈ ഫേസ് 1 വേണ്ട. ജസ്റ്റ് +2 ഫോക്കസ് ചെയ്യുക. +2 മാർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യുക. അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള വേ. ഓക്കെ, ഇനി അടുത്തത് ഫേസ് 2 ആണ്. രണ്ടാമത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് 29th മാർച്ച് മുതൽ CUETയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം വരെയാണ്. അറൌണ്ട് 40 ദിവസമാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പൊ 60 + 40. ഈ സമയത്ത് നമ്മുടെ ഫുൾ CUET മോഡ് ഓൺ ആകും. കാരണം +2 എക്സാം കഴിഞ്ഞു. ഇനി നമ്മൾ ആകെ ഫോക്കസ് ചെയ്യുന്നതിലാണ് CUETയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദിസ് ഈസ് വെയർ സ്പീഡ് + MCQ മാറ്റർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? MCQs ഓരോന്ന് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ സമയം കുറച്ചും കൂടി കൂട്ടണം. സ്റ്റഡി ഹവർ 7 to 8 hours എങ്കിലും നമ്മൾ ഒരു ദിവസം പഠിക്കണം. അതിൽ തന്നെ ഡൊമൈൻ സബ്ജക്ട്സിന്റെ MCQs ഒരു 3 to 4 hours ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് MCQs ഒരു 1.5 hour, ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ 2 hour. ഇപ്പൊ ഇതൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഇത് എഴുതാത്തവരാണെങ്കിൽ ഡൊമൈൻസിൽ തന്നെ കൂട്ടുക. ഇനി റിവിഷൻ, അത് റിവേഴ്സും ചെയ്യുക. ഡെയിലി 1 മണിക്കൂർ
മണിക്കൂർ വെച്ച്. അപ്പൊ ഇനി ഡെയിലി 8 മണിക്കൂർ വെച്ച് ഫുൾ CUET മോഡ് ഓൺ ആക്കാൻ പോവുകയാണ്. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ലാംഗ്വേജും അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർ അതിലേക്കും കൂടി പഠിക്കേണ്ട സമയമാണ് ഈ ഫേസ് 2 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ 40 ദിവസത്തെ നമുക്ക് 4 ആയി തിരിച്ചു കഴിഞ്ഞാൽ 1 to 10 നിങ്ങൾ PYQസും റിവിഷനുമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഇനി 11 to 25 നിങ്ങൾക്ക് സെക്ഷണൽ ടെസ്റ്റുകൾ നടത്താം. സ്വയം ഓരോരോ സെക്ഷൻ പഠിക്കുന്നു, അതിന്റെ ടെസ്റ്റുകൾ നടത്തുന്നു. ഡേ 26 to 35 ഫുൾ മോക്ക് ടെസ്റ്റുകൾ. അതായത് നമ്മൾ സെക്ഷനിലോ അല്ലെങ്കിൽ ഓരോരോ യൂണിറ്റ്സ് ഒക്കെ വെച്ച് പഠിച്ചു. ഇനി നമുക്ക് സെപ്പറേറ്റ് നോക്കാൻ സമയമില്ല. ഇനി ഫുൾ CUETയുടെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. 26 മുതൽ 35 തീയതി വരെ 35ാം ദിവസം വരെ ലാസ്റ്റ് 4-5 ദിവസം ഫൈനൽ റിവിഷൻ, ഒന്ന് ഓടിച്ചു വിടുന്ന അവസാനഘട്ട റിവിഷനും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ CUET ആത്മവിശ്വാസത്തോടെ പോയി എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയി നമ്മുടെ ലൈഫിൽ നമ്മുടെ ഈ ലക്ഷ്യം നേടിയെടുക്കണം. നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം എൻറ്റയർലി മാറും. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന നമ്മുടെ റൂട്ടീൻസ്, ഡിസിപ്ലിൻ എല്ലാം മാറും. സോ അവിടേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് വരെ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ഉറപ്പ് കൊടുക്കുക. ആകെ ഒരു 4 മാസം വേസ്റ്റ് ചെയ്ത ഒരു ജീവിതം രക്ഷപ്പെടുകയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? അതൊരു വേസ്റ്റിംഗ് അല്ല. ഓക്കെ, നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഇവിടെ നമ്മൾ ഒന്നുകൂടി പ്ലാൻ ബ്രീഫ് ചെയ്യാണ്. 60 ദിവസത്തിന്റെ ബോർഡ് പ്ലസ് ഫൗണ്ടേഷൻ എന്ന ഫസ്റ്റ് പ്ലാൻ ഫേസ് 1, 40 ഡേയ്സ് ഫോക്കസ്ഡ് CUET ആണ് നമ്മുടെ ഫേസ് 2 വരുന്നത്. അപ്പൊ ഒരു ക്ലിയർ പ്ലാൻ ഉണ്ടാക്കുക, ഡെയിലി ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. നല്ലൊരു CUET സ്കോർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെടാ. നിങ്ങളുടെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിച്ചേൽപ്പിച്ചോ. നിങ്ങളുടെ സാറായിട്ടല്ല, നിങ്ങളുടെ ബ്രദർ ആയിട്ട് ഞാൻ പറയുകയാണ്, നല്ലൊരു CUET സ്കോർ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാനൊക്കെ ഫോളോ ചെയ്ത് 7 to 8 മണിക്കൂറൊക്കെ പഠിച്ച് ഡെയിലി പഠിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ മാത്രം. ഓക്കെ, ശരി. ഓക്കെ, നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എത്തുന്ന എനിക്കറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈനിൽ കോൺടാക്ട് ചെയ്യുക. ഹെൽപ്പ് ലൈൻ താഴെ ഉണ്ടാവും കേട്ടോ. സോ അപ്പൊ ആദ്യത്തെ ഫേസ് 1 ബോർഡ് മാത്രം ഫോക്കസ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത വീഡിയോയിലായി കാണാം. ബൈ.